നമസ്കാരം. ഇന്ത്യ ക്രിക്കറ്റിൽ 2020 ലോകകപ്പ് നിലനിർത്തിയിരിക്കുന്നു. എന്തായാലും ക്രിക്കറ്റിൻ്റെ ഒരു ഇതിഹാസം എന്ന വണ്ണം നമ്മുടെ ഇന്ത്യൻ താരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. നമുക്കറിയാം, ആ ടൂർണമെൻറ്റിൽ ഏറ്റവും അവസാനം വന്ന 3 കളികളിലും ഏറ്റവും ടോപ്പ് സ്കോറർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക റെക്കോർഡ് തന്നെ നേടിയിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് കോഹ്ലിയുടെ 2020 വേൾഡ് കപ്പിലുണ്ടായിരുന്ന റെക്കോർഡാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജു സാംസൺ തകർത്തിരിക്കുന്നത്. അതായത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയിരിക്കുന്ന താരമായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല കളിക്കാരൻ എന്നുള്ള ബഹുമതി നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ 3 കളികളിലും ഏറ്റവും ടോപ്പ് സ്കോററായിട്ടുള്ള റൺസ് വേട്ടക്കാരനായിട്ട് മാറിയിരിക്കുന്നു. അതായത് 97 റൺസ്, 89 റൺസ് ഈ 3 കളികളിലും നേടിയിരിക്കുന്ന റൺസിൻ്റെ കണക്കാണത്. അതായത് ശരാശരി നമ്മൾ നോക്കുമ്പോൾ ഓരോ കളിയിലും ഏകദേശം 91.67 റൺസ് വീതം ഈ 3 കളികളിലും ഓരോ കളികളിലും നേടിയിട്ടുണ്ട്. അത്ര ഗംഭീരമായൊരു കളി തന്നെയായിരുന്നു. ഒരു ഗംഭീരമായൊരു കളിക്കാരൻ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഹങ്കാരമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളൊരു കളിക്കാരൻ. അതാണ് നമുക്ക് സഞ്ജു സാംസനെ പറ്റി ഒറ്റ വാക്കിൽ പറയാനുള്ളത്. സഞ്ജു സാംസനെ പറ്റി ഇപ്പോൾ നമ്മളധികം പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഞാൻ ഈ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് സഞ്ജു സാംസനെ പറ്റി അറിയാവുന്നവരാണ് കൂടുതൽ ഇത് കേൾവിക്കാരായിട്ടുള്ള ആളുകൾ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ സഞ്ജു സാംസനെ ഒന്ന് പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ക്വാളിറ്റി ഉള്ള വ്യക്തിത്വങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവർ നല്ല രീതിയിൽ വിജയിച്ചു വരും എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവ് കൂടിയാണ് സഞ്ജു സാംസണിൻ്റെ ഈ ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്. എന്താണെങ്കിലും ശരി, നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ക്രിക്കറ്റിൽ 2020 വേൾഡ് കപ്പ് നിലനിർത്തി എന്നുള്ളത്. അതുതന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതോടൊപ്പം തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, രാഷ്ട്രീയത്തിലാണെങ്കിൽ ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ എത്ര താഴ്ന്നു പോയാൽ അല്ലെങ്കിൽ എത്ര താഴ്ത്തപ്പെട്ടാലും അവർ ഉയർന്നു വരും എന്നുള്ളതിൻ്റെ ഒരു പ്രതിധ്വനിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യമാണ് നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ. രാഹുൽ മാക്കൂട്ടം നമുക്കറിയാം പാലക്കാട് MLA ആണ്. പല രീതിയിൽ അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും കൂടെ അദ്ദേഹം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അതാണ് ഏറ്റവും ഒരു ക്വാളിറ്റി ഉള്ള ഒരു നേതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒതുക്കിയില്ലാതാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പീഡന കേസുകളോ അല്ലെങ്കിൽ പെണ്ണ് കേസുകളിലൊക്കെ പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഒരു നാണം കെട്ട അല്ലെങ്കിൽ നെറികെട്ട ഒരു അശ്ലീല ആഭാസ പരിപാടിയാണ്. അതിന് ചില രാഷ്ട്രീയക്കാർ ചില നേതാക്കന്മാരും അത്തരം വിഷയങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇത്തരം കേസുകളൊന്നും അല്ലെങ്കിൽ ഇത്തരം പെണ്ണ് കേസുകളിലൊക്കെ കുടുക്കി ഇല്ലാണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രീതിക്കും ഒരു പുരോഗമന ചിന്താഗതിയിലുള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും യോജിക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ചിലവർ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെ അടിച്ചൊതുക്കി ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് എതിരെ വന്നിരിക്കുന്ന പരാതികളെന്നൊക്കെ നമുക്കറിയാം. അവിടെ നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും ശരി, അദ്ദേഹം പാലക്കാട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവീട്, അതായത് പാലക്കാട് ജില്ലയിൽ അദ്ദേഹം പണിതു കൊടുക്കുന്ന സ്നേഹവീടിൻ്റെ താക്കോൽദാനം ഇന്നേ ദിവസം നടത്തുകയാണ്. അത് വളരെ ആഘോഷപരമായ രീതിയിൽ പാലക്കാടൻ ജനത ഒന്നടങ്കം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാര്യവും കൂടെ ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ്. കാരണം നമ്മൾ സഞ്ജു സാംസൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടം നല്ല ക്വാളിറ്റിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ഇത്തരം വ്യക്തിത്വങ്ങളാണ് ശരിക്കും പറഞ്ഞ പൊതുസമൂഹത്തിന് ഏറ്റവും ആവശ്യം. അഹങ്കാരമില്ലാത്ത എന്നാൽ നല്ല കഴിവുള്ള നേതൃത്വം. അതാണ് സഞ്ജു സാംസണെയും രാഹുൽ മാക്കൂട്ടത്തെയും ഞാൻ ഒരേ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ല ഞങ്ങളെപ്പോലുള്ളവർ ഒരേ രീതിയിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിനകത്ത് ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചത്. കാരണം സഞ്ജു സാംസൻ്റെ ആ ഒരു ക്വാളിറ്റി പലരും പല രീതിയിലൊക്കെ അദ്ദേഹത്തെ ഒതുക്കി നിർത്തുന്നത് പോലെ അല്ലെങ്കിൽ മോശമായിട്ടൊക്കെ പരാമർശിക്കുന്ന പോലെ. പിന്നെ ക്രിക്കറ്റിൽ അങ്ങനെയൊക്കെയാണ്. ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും കായിക രംഗത്ത് പൊതുവെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ചവിട്ടി താഴ്ത്തി ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് വളരെയധികം
ശ്രമം ഒരു ഭാഗത്ത് നടക്കും. അതുപോലെ വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എവറസ്റ്റിന് മുകളിൽ കയറ്റി നിർത്തുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്, ഇല്ലെന്നുള്ളതല്ല. പക്ഷേ ഇവരുടെയൊക്കെ വ്യക്തിത്വങ്ങൾ അത് നമ്മൾ എടുത്തു പറയണ്ട, അത് സ്ഥായിയായിട്ടുള്ളതാണ്. നമുക്കറിയാം, സഞ്ജു സാംസണായിട്ടുള്ള ഇൻ്റർവ്യൂ പലരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഒരു അഹങ്കാരമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളൊരു യുവാവാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജു സാംസൺ. അതേ ക്വാളിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ എന്ന് വേണം നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിത്വത്തിനുള്ള ഉടനെയാണ് രാഹുൽ മാങ്കൂട്ടം. അതായത് രാഷ്ട്രീയ രംഗത്ത്, രണ്ടും വ്യത്യസ്ത മേഖലയാണെന്നുള്ളതുള്ളൂ. രാഷ്ട്രീയ രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തോളം നല്ല ക്വാളിറ്റിയിൽ ഓരോ കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി പഠിച്ച് മനസ്സിലാക്കിയ പൊതു സമൂഹത്തിൽ അത് അവതരിപ്പിക്കുകയും അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യുകയും പൊതുസമൂഹ നന്മയ്ക്കായിട്ട് വളരെ അഗ്രസീവായിട്ട് നിന്ന് പ്രവർത്തിക്കുക, നല്ല ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജു സാംസണിന് വന്നിരിക്കുന്ന അതേപോലെ ഒരു നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ശരിക്കും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഒന്ന് പരാമർശിച്ചേക്കാമെന്ന് വെച്ചത്. എന്താണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടം പണിത് കൊടുക്കുന്ന വീടിൻ്റെ താക്കോൽ ദാനം ഇന്നേ ദിവസം പാലക്കാട് നടക്കുകയാണ്. ആ വിവരം കൂടെ സന്തോഷപൂർവ്വം ഒന്ന് അറിയിക്കുന്നു. നന്ദി.